ഫെബ്രുവരി 26 മുതൽ അടുത്ത 5 ദിവസങ്ങൾ കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണും കാതും നാഗ്പൂരിലേക്ക് തിരിയും. ചരിത്രം കുറിച്ച് കേരളം പ്രവേശനം നേടിയ രഞ്ജി ട്രോഫി കലാശപ്പോരിന് നാഗ്പൂരിലെ VCA സ്റ്റേഡിയം വേദിയാകും. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെയുള്ള ഫൈനൽ പോരാട്ടത്തിൽ വിദർഭയാണ് കേരളം നേരിടുക. സെമി ഫൈനൽ പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരെ നാടകീയ മേൽക്കൈയോടെ കേരളം ചരിത്രത്തിലാദ്യമായി ഫൈനൽ ബർത്ത് നേടിയപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയെ 80 റൺസിന് തോൽപ്പിച്ചാണ് വിദർഭ ഫൈനലിലെത്തിയിട്ടുള്ളത്. തങ്ങളുടെ ഹോം ഗ്രൗണ്ടിലാണ് ഫൈനൽ നടക്കുന്നതെന്ന ആനുകൂല്യം വിദർഭയ്ക്കുണ്ട്. 2019 ചരിത്രത്തിലാദ്യമായി സെമിയിൽ പ്രവേശിച്ച കേരളത്തിന്റെ ഫൈനൽ മോഹങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിയ വിദർഭയോടുള്ള പ്രതികാരത്തിന് 6 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന് ലഭിച്ച അവസരം കൂടിയാണിത്. വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ അന്ന് നടന്ന മത്സരത്തിൽ കേരളത്തെ ഇന്നിംഗ്സിന് 11 റൺസിനുമാണ് വിദർഭ പരാജയപ്പെടുത്തിയത്. ഫെബ്രുവരി 26 നടക്കുന്ന മത്സരത്തിൽ കേരളത്തിന്റെ സൂപ്പർ താരം സഞ്ജു സാംസൺ ടീമിലുണ്ടാകുമോ, ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സഞ്ജുവിന് പരിക്കാണ്. എന്നാൽ കേരള ടീമിലെ പല താരങ്ങളുടെയും പ്രകടനം ശരാശരിയിലും താഴെയാണ്. അതുകൊണ്ട് തന്നെ അഴിച്ചുപണിക്ക് സാധ്യത വളരെ കൂടുതലാണ്. സഞ്ജു വന്നിട്ടുണ്ടെങ്കിൽ സച്ചിൻ ബേബിക്ക് പകരം സഞ്ജു ആയിരിക്കും ക്യാപ്റ്റൻ. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.